സത്യം മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനുള്ള അവസരം വരട്ടെ എന്ന് കരുതി. എനിക്കും അമ്മാവനും ബിസിനസ്സിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെന്ന് കണ്ട അദ്ദേഹം സമ്മതിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം എന്നെ കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നേയില്ല. ദേവു ഇതറിഞ്ഞ ആകെ വിഷമിക്കും. എന്നാലും അറിയണം. താങ്ക്സ് ഡാ. ദേവുവിന് വേണ്ടിയില്ലേ ഇതൊക്കെ ചെയ്തേ? പിന്നെന്താ? അല്ല, സാർ എന്നെ പറ്റി തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. ആ കാര്യം ഞാൻ ഏറ്റു. സമാധാനായില്ലേ? അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. അദ്ദേഹത്തോട് എങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. മോൻ എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിക്കേ. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. ദാ എത്തി. സരോജിനി, നീ ഇവിടെ നിൽക്കണോ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഓ, കാറ്റുകൊള്ളാൻ വന്നായിരിക്കും അല്ലേ? ഭയങ്കര തലവേദന. ഞാനൊന്ന് വെറുതെ ഇങ്ങോട്ട്. ഹരീഷ്, എന്താ കാരണം എന്നറിയോ? എല്ലാവരും ചേർന്ന് എന്റെ സൈഡിൽ കുത്തുമല്ലേ? കാരണം പാചകം ചെയ്ത് വിളിക്ക് തലവേദന ആവശ്യമില്ലാത്തല്ലേ? അതല്ല, അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ നോ ഭക്ഷണം. എല്ലാവർക്കും പുറത്തു പോയി കഴിക്കാം. മാത്രമല്ല, വിവാഹ വാർഷികം സംബന്ധിച്ച് ദേവും ഗൗരിയും ഷോപ്പിങ്ങിന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ബഹളമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പുറത്തു പോയി ആഘോഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ആ ഹരീഷ്, താൻ ലേഡീസിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടോ? ഇല്ല സർ. പോയി നോക്ക്, അപ്പൊ അറിയാം വിവരം. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്. എക്സ്ക്യൂസ് മീ. ആ, ബില്ല് റെഡി ആണല്ലേ? യെസ് സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഹരീഷ്, താൻ പേ ചെയ്യില്ലേ? എന്താ ഇത്? ഒന്നുമില്ല, എന്റെ കയ്യിൽ ക്യാഷ് കുറവാ. ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ. ഓ, ഞാൻ വേണ്ട വേണ്ട, ഹരീഷ് കൊടുത്തോളും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്. അതൊന്നും വേണ്ട. ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യല്ലോ അല്ലേ? ഓ യെസ്. അപ്പൊ പിന്നെ എന്താ? ഹരീഷിന്റെ കയ്യില് വിസ കാർഡോ മാസ്റ്റർ കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? ഇല്ല, എന്റെ കയ്യില് ഇപ്പൊ കയ്യിലില്ലല്ലേ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് വെട്ടി വിഴുങ്ങാനാടാ നീ ഇങ്ങോട്ട് വന്നത്? എഴുന്നേക്കടാ. വലിയ വീട്ടിലെ ചെറുക്കനാണ്, ആനയാണ് ചേനാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി കിടത്തില്ലായിരുന്നു? മടിയിലെത്തി കൊഞ്ചിക്കല്ലായിരുന്നു? മാനമില്ലാത്തവൻ. കയ്യിൽ കാർഡില്ലെന്ന് അറിയട്ടെ നിങ്ങൾക്ക്. ചോദിക്കേ. ഇവനവന്റെ അമ്മാവന്റെ കമ്പനി ജോലി ചെയ്യായിരുന്നു. അവിടുന്ന് പൈസ അടിച്ചു മാറ്റി ജോലി നിന്ന് പിരിച്ചും വിട്ടു. പോലീസിനെ വെട്ടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. ശരിയല്ലടാ? അല്ല സർ, ഞാൻ എന്താ ഹരീഷ് ഇത്? അല്ല ദേവു, ഞാൻ അവളോട് എന്തിനാ പറയുന്നത്? എന്റെ മുഖത്ത് നോക്കി പറ. നീ ഒരു നല്ലവനാണെന്ന് കരുതി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചില്ലേ? അതിന്റെ കുഴപ്പ പറയടാ. എന്റെ മോളെ ചതിച്ചിട്ട് നീ ഇവിടുന്ന് പോവോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്ത് ചതിച്ചില്ലെന്ന്? ഞാനില്ലെങ്കിൽ ഓഫീസിലെ പണി നടക്കില്ല, ലോകം തലകീഴായി മറിയുന്നൊക്കെ നീ എന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താണെങ്കിലും വീട്ടിൽ പോയി വീട്ടിൽ പോയി സംസാരിക്കാനാ? അച്ഛാ, ഇവന്റെ കുടുംബം തന്നെ ശരിയല്ല. ഇവന്റെ തന്റെ ഒരു കള്ളനാ. ഫുൾ ടൈം വെള്ളം അടിച്ച് നടറോട്ടി കിടന്ന അയാളെ ചത്തത്. അത് കണ്ട് ഇവന്റെ അമ്മ തൂങ്ങി ചാവുകയും ചെയ്തു. അങ്ങനെയല്ലടാ? സോറി, പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ദം. എന്താടാ ചുക്ക് ബുക്ക് ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി പുതിയ സീമെയിൽ ഉണ്ടാക്കാനുള്ള പ്ലാനാണോ? എടാ, നിനക്കൊരു പെണ്ണിനെ നിശ്ചയിച്ചു വെച്ചല്ലടാ? നിന്റെ അമ്മാവ് കല്യാണം ഉറപ്പിച്ചതല്ലേ? അതെല്ലാം നീ എന്റെ മോളിൽ നിന്ന് മറച്ചു വെച്ചു. എടാ, നിന്നെ കണ്ട അന്നേ മനസ്സിലായി നീ ഒരു ഫ്രോഡാണെന്ന്. സാർ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദ? എന്ത് മര്യാദയാടാ ഞാൻ നിനക്ക് തരേണ്ടത്? എനിക്ക് ജോലിയില്ല, പക്ഷെ ഞാൻ കട്ടിട്ടില്ല. എന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. ദേവു, ദേവു, നിക്കടാ. ദേവു, എന്റെ മോളെ വെറുതെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞില്ല ഇതുപോലൊരു നീ മിണ്ടരുത്. വായ് മൂട്. എല്ലാത്തിനും കാരണം നീയാ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ൂരിപ്പെട്ടവള്. ദേവു, ദേവു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മതിയായി. ദേവു, ഞാൻ പറയുന്ന എന്താണെന്ന് കേക്ക്. എന്നോട് എന്തിനാ ഇങ്ങനെ കാണിച്ചത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഹരീഷ്? ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ദേവു. അപ്പൊ അച്ഛൻ പറഞ്ഞത് നുണയാണോ? ദേവു, എനിക്ക് ജോലിയില്ല, പക്ഷെ മോഷണം, പെണ്ണ്, ഇത് നിർത്ത്. ഇതിൽ കൂടുതൽ എന്നെ വേദനിപ്പിക്കല്ല. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ചത്തുപോകും. പ്ലീസ് ലീവ് മീ അലോൺ. അവിടെ നിന്നോട് പോകാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ തത്വം പറഞ്ഞു നിൽക്കുന്നേ? പോടാ. സാറ് സംസാരിക്കുന്നു. ആരുടെ നേരാടാ കൈ കൊണ്ട് സംസാരിക്കുന്നത്? അടിച്ചിന്റെ പല്ലിയെ താഴെ ഇടും. പോടാ. എന്റെ മോള് കരയാതെ. അല്ലേലും നീ എന്തിനാ കരയുന്നത്? തെറ്റ് ചെയ്തവരല്ലേ കരയേണ്ടത്? നിനക്ക് അച്ഛനില്ലേ? ധൈര്യമായിട്ടിരിക്കേ.
പോലീസ് ബുദ്ധിയാന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കില്ലേ? ഇപ്പൊ രാജശേഖരന് സഹായം വേണ്ടി വന്നില്ലേ? വാ പോവാം. വാ സരോജിനി. നിങ്ങളാരാ? എന്താ? ആരാ നിങ്ങള്? നിന്റെ ഭർത്താവ്. എന്നാരാ പറഞ്ഞതാ? ഞാൻ കല്യാണം കഴിച്ച മനുഷ്യന് സ്നേഹമുണ്ട്, മാന്യതയുണ്ട്. എടീ. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾ വരട്ടിയിൽ എല്ലാരും പേടിച്ചു വരക്കി വന്നാ? എടി, അവനൊരു ക്രിമിനലാണ്. അവനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. കമ്മീഷണർ ആണെന്നുള്ള അഹങ്കാരമല്ലേ? അതടി, ആ അഹങ്കാരത്തെ തന്നെ സംസാരിക്കുന്നത്. അവൻ എന്റെ മോളെ വേണം പോലും. എന്റെ മുന്നിൽ ഒന്ന് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ അവന്റെ കുടുംബക്കാർക്ക്? നിങ്ങൾ കുടുംബ മഹിമയെ കുറിച്ച് സംസാരിക്കുന്നു. അത് ഞാൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനുള്ള യോഗ്യതയില്ലായിരുന്നു. ഓ, എന്റെ കുടുംബക്കാരെ പറ്റി പറയുന്നു. അത് തന്നെ. നീ പറഞ്ഞോ? ഞാൻ പറയാം. പറഞ്ഞോ? ഒഴിവൊക്കെ ഇവിടെ തുറന്നു പറയട്ടെ, പിന്നെ നാറിപ്പോകും. എന്നെ കൊണ്ടപ്പോ പറയിപ്പിക്കല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ ചങ്ങലയും കെട്ടിയിട്ടില്ലേ? നിങ്ങളുടെ സഹോദരി ഒളിച്ചോടി പോയില്ലേ? സരോജിനി, നീ കുടുംബ ഓവറാവുന്നു. മഹിമയെ കുറിച്ച് പറയാൻ ആവശ്യമില്ലാത്ത കാര്യം നീ എന്ത് ഇവിടെ കുടുംബ പറയണ്ട. മഹിമ? അതൊക്കെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണോ അച്ഛാ? ഞാൻ പറയാൻ പാടില്ലാത്തത് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഞാൻ ജോലി ചെയ്ത് ചെയ്ത് എന്റെ നടുവ് പോലും വയ്യാതായി. നടുവിന് വയ്യാണ്ടായി എന്നൊക്കെ വെറുതെ തമാശ നിങ്ങളെന്താ പറയല്ലേ? മനുഷ്യനെ കളിയാക്കാണോ? നിങ്ങൾക്ക് മാത്രം ദേഷ്യം വരാറുള്ളോ? അത് കുടുംബ മഹിമയാണോ? കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ കല്യാണം കഴിച്ച ആൾക്കൊണ്ടല്ലോ മനുഷ്യനെ കാണാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ മുഖത്ത് എന്താണെന്ന് അറിയാവോ? അഹങ്കാരം. മറ്റെല്ലാവരും മോശക്കാരാണ് എന്നുള്ള വിചാരം. ഇവിടെയുള്ള എല്ലാവരിലും ഞാൻ മാത്രമാണ് നല്ലവനെന്നുള്ള വക്രബുദ്ധിയാണ് മനസ്സിൽ. ഞാൻ പ്രതീക്ഷിച്ച ഒരു മനുഷ്യനല്ല നിങ്ങളിപ്പോ. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പറയുന്നു. നിനക്കറിയാവോ, ഹരീഷ് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞതാ. പക്ഷെ ഞാനാ പറഞ്ഞത് എന്റെ ഭർത്താവ് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്, അദ്ദേഹത്തോട് ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാമെന്ന്. ഇപ്പൊ ഞാൻ തന്നെ എന്നെ ശപിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ എനിക്കെല്ലാം അറിയാൻ ഞാൻ തെളിയിക്കുന്നുള്ള ഭാവത്തിൽ നിന്നെയും വിഡ്ഢിയാക്കി എന്നെയും വിഡ്ഢിയാക്കി. ദൈവം ഇത് കേട്ടോ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ എന്റെ കൂടെ വാ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി എവിടെയെങ്കിലും പോ. ഞാൻ പോകുന്നു. തോറ്റുപോയി. രാജശേഖരൻ തോറ്റു. പൊയ്ക്കോ, പോയി ബീച്ചിലിരുന്ന് നന്നായി ആലോചിച്ച് നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലാവും. ഹലോ അമ്മാവ. എന്താടാ നീ ഇപ്പൊ എവിടാ? ഞാൻ ബീച്ചിലാ. എന്താടാ ഇത്? കണ്ട ബീച്ചിലെല്ലാം കറങ്ങി നടക്കാതെ വേഗം നീ ഇങ്ങോട്ട് വാടാ. അമ്മാവ പ്ലീസ്, നോട്ട് നൗ. ഞാനിപ്പോൾ വഴക്കുണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് ഞാൻ സംസാരിക്കാം. എന്തോ വലിയ കുടുംബമാണെന്നൊക്കെ നീ പൊക്കി പൊക്കി പറഞ്ഞല്ലോ. നിനക്ക് കാശില്ലെന്ന് മനസ്സിലായപ്പോ എടുത്ത് ദൂരെ എറിഞ്ഞത് കണ്ടില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നോട് അവർക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇപ്പൊ മനസ്സിലായില്ലേ അവരുടെ കുടുംബ മഹിമ? നിങ്ങൾക്ക് എങ്ങനെ അറിയും? ഞാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിന്? ഞാൻ പോകരുതെന്ന് പറഞ്ഞു, നീ കേട്ടില്ല. ഇനി വേണമെങ്കിലും നിനക്ക് ഞാൻ മാപ്പ് തരാം. അടുത്ത ഫ്ലൈറ്റ് കയറി പോരെ, ഞാൻ ടിക്കറ്റ് അയച്ചു തരാം. നടന്നല്ല മറന്നിട്ട് ആ രാധാകൃഷ്ണന്റെ മോളെ കല്യാണം കഴിക്കാൻ നോക്ക്. മതി. ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കണ്ട. ഇനി ഹരീഷ് എന്നൊരു മരുമകൻ നിങ്ങൾക്കില്ല. ഞാൻ എൻ്റെ അച്ഛനേക്കാൾ അധികം നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്നെ ചതിച്ചു.